വിഡ്ഢികളായ കള്ളന്മാർ. ഒരു ദിവസം രാത്രി രാമന്റെ വീട്ടിൽ ചില കള്ളന്മാർ വന്നു. രാമൻ അവരെ കണ്ടു. അവരെ കബളിപ്പിക്കാൻ ഒരു പദ്ധതി ഇട്ടു. രാമൻ ഉച്ചത്തിൽ തന്റെ ഭാര്യയെ വിളിച്ചു. ലക്ഷ്മി, നമ്മുടെ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം അധികമായിരിക്കുക. നമ്മുടെ പണം, ആഭരണം എല്ലാം ഭദ്രമായി സൂക്ഷിക്കണം. അയ്യോ, നമ്മുടെ പണവും ആഭരണമൊക്കെ എവിടെയാ സൂക്ഷിക്കുക? ഒരു വലിയ പെട്ടിയിൽ പണവും ആഭരണവും ഇട്ട് കിണറ്റിലേക്ക് വലിച്ചെറിയാം. അതാണ് സുരക്ഷിതമായ സ്ഥലം. രാമനും ലക്ഷ്മിയും പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. രാമനും ലക്ഷ്മിയും പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട കള്ളന്മാർ അവർ വീട്ടിനുള്ളിലേക്ക് പോകുന്നതുവരെ കാത്തിരുന്നു. കിണറ്റിലുള്ള പെട്ടി എങ്ങനെ പുറത്തെടുക്കും? കിണറ്റിലുള്ള വെള്ളം മുഴുവൻ കോരിയെടുത്ത് കളഞ്ഞാൽ പെട്ടി വേഗം കണ്ടുപിടിക്കാം. വിഡ്ഢികളായ കള്ളന്മാർ കിണറ്റിൽ നിന്ന് മാറി മാറി വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നേരം വെളുത്തു. കള്ളന്മാർ ക്ഷീണിച്ചവശരായി. അപ്പോൾ തെന്നാലി രാമൻ അവിടെ എത്തി. തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും വെള്ളം നനച്ചല്ലോ. വളരെ സന്തോഷം. നീ എന്താ പറയുന്നത്? നിങ്ങളെ വിഡ്ഢികളാക്കണമെന്ന് കരുതി. അതേസമയം എന്റെ ചെടികൾക്കും വെള്ളം നനയ്ക്കേണ്ടിയിരുന്നു. രണ്ട് ജോലിയും നന്നായി നടന്നല്ലോ. ദൈവമേ, നമ്മുടെ ഗതി ഇങ്ങനെ ആയല്ലോ. വിഡ്ഢികളായ കള്ളന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഈ കഥ കേട്ട രാജാവ് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. രാമന് ധാരാളം പാരിതോഷികങ്ങളും നൽകി.